ഖുർആനിന്റെ വശ്യമനോഹരമായ ആയത്തുകളും ഒരിക്കലും പിഴക്കാത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും ഒരു കനലായി നമ്മുടെ ഉള്ളിലുണ്ട്. ആ കനല് കെട്ടുപോകാൻ പാടില്ല. ആ കനൽ നമ്മുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണം. അഭിമാനം കൊള്ളുക, ഞാനൊരു മുസ്ലിമാണ് എന്ന കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കുക. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ ഏത് കാല് വെച്ച് ഇറങ്ങണം, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം ഏത് ധരിക്കണം, അഴിക്കുമ്പോൾ ആദ്യം ഏത് അഴിക്കണം, ഒന്ന് കാർക്കിച്ചു തുപ്പുമ്പോൾ എങ്ങോട്ട് തുപ്പണം, ഒന്ന് കിടക്കുമ്പോൾ എങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കണം. നമ്മുടെ ദീൻ എന്താണ് നമ്മളെ പഠിപ്പിക്കാത്തത്? ഇതുപോലെ എല്ലാം പഠിപ്പിച്ച വേറെ ഏത് ദീനാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഉടുത്ത വസ്ത്രത്തിന്റെ പേരിൽ ഒരു പക്ഷേ ക്യാമ്പസിൽ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം. നമ്മളെടുത്ത സ്റ്റാൻഡിന്റെ പേരിൽ ക്ലാസ് റൂമിൽ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം, പരിഹസിക്കപ്പെട്ടേക്കാം. നമ്മൾ തീവ്ര ചിന്തയുള്ളവരാണ് എന്ന് കുറ്റപ്പെടുത്തിയേക്കാം. അവഗണിച്ച് കളയുക. അല്ലാഹുവിന്റെ ദീനാണ് നമുക്ക് വലുത്. ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു ഗരീബാ. ഇസ്ലാം തുടങ്ങിയത് അപരിചിതത്വത്തിൽ നിന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് പ്രബോധനം തുടങ്ങുമ്പോൾ ആരാണ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത്? ഒറ്റയും തെറ്റയുമായിട്ടാണ് ഈ ദീൻ വളർന്നത്. ആ ഇസ്ലാമിന് വീണ്ടും ആ അപരിചിതത്വത്തിലേക്ക് ഒരു മടക്കമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ആളില്ലാത്തത് കൊണ്ടല്ല, ആളുകൾ ഒരുപാടുണ്ടാകും, പക്ഷേ ഖുർആനിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരുണ്ടാകില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പാലിക്കുന്നവരുണ്ടാകില്ല. ഖുർആനിന്റെ നിയമങ്ങൾ മറന്ന, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മറന്നൊരു കാലത്ത് ജീവിക്കുമ്പോൾ ആ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് മുന്നോട്ട് ഗമിക്കുന്നവരെ നിങ്ങൾ സന്തോഷിക്കുക. ഫതൂബാ ലിൽ ഗുറബാ, ഫതൂബാ ലിൽ ഗുറബാ. ആ അപരിചിതർക്ക് മംഗളമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്.